എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ ആ വൻ ദുരന്തം, അത് എല്ലാവരെയും കരളലിയിക്കുന്ന ദുരന്തമായിപ്പോയി. വളരെ ഒരു ദയനീയ അവസ്ഥയാണ് നമ്മൾ നേരിട്ടത്. എത്രയോ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതമാണ് നരകതുല്യമായി തീർന്നത്. അവരുടെ ഓരോ അവയവങ്ങളും ഇങ്ങനെ ചിന്നിച്ചിതറി വെടിക്കെട്ടിൽ, ആ മാരകമായ സ്ഫോടനത്തിൽ, ആ ദുരന്തം അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയാണ്. അത്രയും ദയനീയമായ അവസ്ഥകളാണ് ഇവിടെ പല പ്രാവശ്യവും നമ്മൾ നേരിട്ടത്. ഈ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ തമിഴ്നാട്ടിലൊക്കെ നിരന്തരം, ഇന്ത്യയിലെ പല സ്ഥലത്തും നമ്മൾ കേട്ടതാണ്. എന്നിട്ട് ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് സങ്കടപ്പെടുകയും ഒന്ന് കരയുകയും ഒക്കെ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു പദ്ധതിയാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയുള്ള ഒരു മുൻകരുതലുകൾ നമുക്ക് വേണം. അതിനായി ഇവിടെ ശബ്ദം ഉയർത്തണം. ഇവിടെ കുറേ പേര് ഇപ്പോൾ തന്നെ ഈ ദുരന്തം ഉണ്ടായപ്പോൾ അതിന് മുതലെടുക്കാൻ വേണ്ടി കുറേ രാഷ്ട്രീയ പാർട്ടികളും കുറേ മത നേതാക്കളൊക്കെ ഇറങ്ങിത്തിരിക്കുന്നല്ലാതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇപ്പോൾ ഞാൻ കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ മെസ്സേജുകൾ കണ്ടു. അതിനകത്ത് ശ്രീലേഖ IPS, ആ മാഡം മാത്രമാണ് എന്തുകൊണ്ട് നമുക്ക് ഈ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പാടില്ലേ എന്നൊരു ചോദ്യം ചോദിച്ച് ഒരു ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് കണ്ടിരുന്നു. ഈ ഉത്സവങ്ങളിലുള്ള വെടിക്കെട്ടുകൾ നിർത്താൻ പാടില്ലേ? അതുപോലെ തന്നെ ആനകളെ കൊണ്ടുള്ള എഴുന്നേൽപ്പ്, എത്രയോ ആനകൾക്കാണ് മതം പൊട്ടി ഇതുപോലെ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മനുഷ്യരെ കൊല്ലുന്ന, അല്ലെങ്കിൽ മനുഷ്യർക്ക് ദുരന്തങ്ങൾ വരുത്തുന്ന ഈ സംഭവങ്ങളെല്ലാം നിർത്തണ്ടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ശബ്ദം ഉയർത്തണം. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നല്ല മനസ്സുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇത് തന്നെയായിരിക്കും, ഈ ഒരു അഭിപ്രായമായിരിക്കും. അപ്പോൾ ഇങ്ങനെ അഭിപ്രായമുള്ളവരൊക്കെ വെറുതെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ ഞാനടക്കം ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ഇതിന് നമ്മൾ മുന്നിട്ട് ഇറങ്ങണം. ഇതിന് നമ്മൾ ശബ്ദം ഉയർത്തണം. ഇവിടെ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ മത നേതാക്കൾ മാത്രമല്ല ശക്തി, നമ്മളെല്ലാവരും ശക്തിയാണ്. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്, നമ്മളെല്ലാവരും ഒരുമിച്ച് അവിടെ രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ ഒരുമിച്ച് മുന്നേറിക്കൊണ്ട് ജനരക്ഷയ്ക്കായി, നാടിൻ്റെ രക്ഷയ്ക്കായി, പാവപ്പെട്ട ജനങ്ങളുടെ രക്ഷയ്ക്കായി, അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് ശബ്ദം ഉയർത്തുക. അതാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ഒരുമിച്ച് ഈ ഒരു വിഷയം ഇപ്പോൾ ഇനിയെങ്കിലും തൃശ്ശൂരിൽ പൂരവെടിക്കെട്ട് നടത്തണ്ട. ഒരു സ്ഥലത്തും, ഒരു പള്ളികളിലും വേണ്ട, അമ്പലങ്ങളിലും വേണ്ട, എങ്ങും വേണ്ട. എന്തിനാണ്? നമുക്ക് കേരളത്തെ മാതൃക കാണിക്കാമല്ലോ. കേരളത്തിൽ ദുരന്തങ്ങൾ ഒഴിവാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകളാണ്, പറഞ്ഞാൽ മനസ്സിലാകും. ഇവിടെ രാഷ്ട്രീയക്കാരും മത നേതാക്കളും ഇത് എന്താ പറയുക, അവരുടെ ഒരു കച്ചവടത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ വരുത്തി വയ്ക്കുന്ന ഓരോ വിനകളാണ് ഇതൊക്കെ. അപ്പോൾ അവരാണ് ശരിക്കും മനുഷ്യനെ കൊല്ലുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുമിക്കുക. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുക. അതിനുവേണ്ടി നമുക്ക് ശബ്ദം ഉയർത്താം. ഒറ്റക്കെട്ടായി നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ജനനന്മയ്ക്കായി, രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ എല്ലാ സുമനസ്സുകളും ഒന്നിച്ച് പോരാടണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എല്ലാവരും അതിലേക്ക് ചിന്തിക്കുക എന്ന് ഒത്തിരി സങ്കടത്തോടെ, വേദനയോടെ, ജോസ് മാവേലി.